ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരുപാട് റെസിപ്പീസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗാണ്. എന്തായാലും നിങ്ങളൊന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാം കേട്ടോ. ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം അവരും കുറച്ച് പോട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കും. അപ്പോൾ ഞാനും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പം നമുക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പം ഈ ബെഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വിരിച്ചിടണം. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പരിപാടി. ഇപ്പോൾ ഈവനിങ്ങിലാണ് അവർ വരുന്നത്, പക്ഷേ രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് അയൺ ചെയ്യാനൊന്നുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തൽക്കാലം അയണും ചെയ്യുന്നില്ല, എങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ബെഡെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഷോപ്പിൽ പോയിട്ട് വരണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചു, പക്ഷേ കുറച്ച് സാധനങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് പോയിട്ട് വാങ്ങിക്കാനുണ്ട്. അപ്പം ഒരു റൂം ഫ്രഷ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടർട്ടിൽ ബ്രെഡില്ലേ, ഇതൊന്നും എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പം എന്തെങ്കിലും നമ്മൾ ഒരു ലിസ്റ്റാക്കി വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ലിസ്റ്റാക്കി വെച്ചാലും ചിലപ്പോൾ നമ്മളോടങ്ങ് മറന്നു പോകും. അപ്പം കുറച്ച് പണി കിട്ടും. നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുമല്ലോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇന്നലെ കുഴിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് അപ്പത്തിനുള്ള ആ ഒരു മാവ് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ഇപ്പം ഫസ്റ്റായിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ഈ ഒരു അരി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു അരിഞ്ഞ് കിട്ടേണ്ട ആ ഒരു പേസ്റ്റായി കിട്ടാൻ മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കുറച്ച് ശർക്കര, മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലും ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഈ ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു അരി കൂടെ ഇതിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഇത് നമുക്ക് നമ്മുടെ ശർക്കരയുടെ ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസായി കിട്ടും. പിന്നെ പഴമൊക്കെ ചേർക്കണമല്ലോ, അപ്പോൾ ഇത് താനേ അങ്ങ് ലൂസായിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. എത്ര ചെറിയ പരിപാടിയാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങും. എന്തിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തുടങ്ങും, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ കൈ വിടാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയൊക്കെ പിടിച്ചു പോകും. അപ്പം നന്നായിട്ട് തന്നെ മിക്സാക്കിയ ശേഷം ഇതിലോട്ട് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ റോബസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൽ ചെറിയ പഴമില്ലേ, മൈസൂർ പഴം എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ചേർക്കാറ് കേട്ടോ. പക്ഷേങ്കിലും അത് വാങ്ങിയിട്ടുണ്ട്, പക്ഷേങ്കിലും പഴുത്തിട്ടില്ല, നല്ല പച്ചയാണ്. അപ്പം വേറെ വഴിയില്ലാത്തത് കൊണ്ട് റോബസ്റ്റ് ചേർക്കുകയാണ്. ഒരു 3 റോബസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരിയുടെ ആ ഒരു മാവില്ലേ, അത് തന്നെ കുറച്ചൊന്ന് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ പഴമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മൈദ ചേർക്കുന്ന ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് മിക്സാക്കിയ ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മൈദയ്ക്ക് പകരം ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയില്ലേ, അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർക്കുന്നത്. ഓവർ മൈദ ആകുമ്പം എനിക്ക് തോന്നുന്നു ഒരു ഉറപ്പ് പോലെ ഭയങ്കര കട്ടിയായിട്ട് തോന്നും, ഇല്ലെങ്കിൽ ഒരു വലിച്ചൽ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പം കുറച്ച് മൈദ തന്നെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ, അത് പൊടിച്ചതും, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതില്ലേ, ഏലക്കാപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഇതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് ആ ഒരു പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നല്ല പോണൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ആ ഒരു ചെറിയ പഴം ചേർക്കാനായിട്ട് മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു കുറച്ചൊരു പച്ചപ്പഴമാണ് എങ്കിലും അതൊന്നും കൂടി ഒന്ന് ഇതിലോട്ട് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം ഇനി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മതിയല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്കത് റെഡിയാക്കി എടുത്താൽ മതി. ഇനിയിപ്പം അടുത്ത വിഭവം ഇതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ്.
നിറച്ചതാണ്, പഴം നിറച്ചത് കേട്ടോ. ഇതും കുറച്ച് നേരത്തെ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പം ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഇതിപ്പം അധികം പേർക്കും അറിയുണ്ടാവുമല്ലോ. എങ്കിലും ഞാനൊന്ന് ഷോർട്ടാക്കി പറയാം. ഇതിൻ്റെ ഫില്ലിങ്ങിൽ വരുന്നത് കുറച്ച് നെയ്യ് ഒഴിക്കുക, അതിലോട്ട് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ കാഷ്യൂനട്ടൊക്കെ അതൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒരുപാട് അങ്ങ് ഉണങ്ങി പോകണ്ട, അതിന് മുമ്പേ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങ അങ്ങ് ഉണങ്ങിപ്പോകുന്ന ആ ഒരു രീതിയിൽ വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്താൽ നല്ലൊരു ഫില്ലിങ് നമുക്ക് കിട്ടും കേട്ടോ. ഞാനൊരു 3 ഭാഗത്തായിട്ട് ഇങ്ങനെ പഴം കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരൊറ്റ വെട്ടിൽ ആ ഒരു ഇതിലൂടെ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം കൂടുതൽ ആ ഒരു ഫില്ലിങ് പഴത്തിലോട്ട് കയറി കിട്ടും. ഇങ്ങനെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം തേങ്ങയുടെ ആ ഒരു ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഒരു മൈദ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പം മൈദ വെച്ചിട്ട് ഈ ഒരു രൂപത്തിലാണോ ചെയ്യുന്നത്. ഒരു പത്തിരി, ഒരു പൂരിയുടെ വലുപ്പത്തിലുള്ള ഇതുപോലെ ആക്കിയിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു മൈദ കലക്കിയിട്ട് പെട്ടെന്ന് കഴിയും, പക്ഷെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം വൈകിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്, ഇത് ഒട്ടാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ 2 റെസിപ്പീസിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ വെച്ചിട്ട് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ചിക്കന് വിട്ടിട്ടില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒന്ന് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു. ഇന്നിപ്പം ലഞ്ച് എന്താ പറയുക, അത്രങ്ങ് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, തട്ടിക്കൂട്ടായിരുന്നു. അപ്പം പിന്നെ ഫുൾ ഇങ്ങനത്തെ പണികളായിരുന്നു കേട്ടോ ഇന്ന് മുഴുവൻ. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും കിച്ചണിലോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ തണുപ്പൊക്കെ ഏകദേശം ഒന്ന് വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിത് ചെറിയൊരു പീസാക്കി എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അധികം തണുപ്പ് പോവാണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒരുപാട് തണുപ്പങ്ങ് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഇതിൽ കിട്ടില്ല, ചിലപ്പം ചിക്കനൊന്ന് അലിഞ്ഞ് അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പം ഈ ഒരു ഐസ് അധികം പോകാണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടാം. അപ്പോൾ ഇതിപ്പം ചിക്കൻ്റെ ബ്രസ്റ്റ് വിങ്സാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പം കുറച്ചൊരു റേറ്റ് ഉണ്ട്, പക്ഷേ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ ഇത് നല്ല ബെസ്റ്റാണ്. അങ്ങനെ ചിക്കൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ചിക്കൻ വെച്ചിട്ട് 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മുഴുവൻ ചിക്കനില്ല, ഇതിപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കിയ ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം.
ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം ചിക്കൻ വച്ചിട്ടുള്ളൊരു റോള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതിലോട്ട് 1 ഉള്ളി, പിന്നെ 2 ക്യാപ്സിക്കം. ഇത് ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പം ഈ ഒരു സെയിം ഐറ്റംസ് തന്നെ ഞാനിപ്പം രണ്ടാമത് ഉണ്ടാക്കുന്നുള്ള ഒരു ബന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയിലോട്ടും ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ ഒരു കളറ് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളറാക്കിയെന്നേ ഉള്ളൂ. ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തത്. ഇനിയിപ്പം ബട്ടറിലാണ് കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായ ശേഷം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒനിയനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് ടൈം വെക്കണ്ട. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് വാടി പോകണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സോട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഈ ഒരു ടെക്സ്ചറിന് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് കുക്കാക്കി എടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു ടെൻഡറായിട്ടുള്ളൊരു ചിക്കൻ തന്നെ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിക്കാനും നല്ല അടിപൊളിയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ അടിപൊളി സ്മെല്ലുണ്ട്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇത് ഏകദേശം കുക്കായി വരുന്നുണ്ട്. നമ്മളിപ്പം ഒരു പാർട്ടി പ്ലാൻ ചെയ്യുമ്പം നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ്ങും ഐഡിയാസൊന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ടിയും എല്ലാം താളം തെറ്റിപ്പോട്ടോ. നമുക്ക് ഒന്നും നമ്മുടെ ഒരു സെറ്റാക്കി എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. കുറഞ്ഞ ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ശരിക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ സാധനങ്ങളൊക്കെ മിസ്സാവാറുണ്ട്. ആദ്യം വാങ്ങി വെക്കുന്നത് കുറച്ചും കൂടി നമുക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാംസിനും ഫംഗ്ഷനൊക്കെ എളുപ്പമായിരിക്കുമല്ലേ. അപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ വെജീസ് ഉണ്ടാക്കിയിട്ടുള്ള സെയിം പാനാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലാണ് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സോട്ട് ചെയ്ത ശേഷം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് സോട്ടായി കിട്ടും. ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊന്ന് വാടിയ ശേഷം ഇതിലോട്ട് ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും
പിന്നെ കുറച്ച് മുളക് പൊടിയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അത്ര എരിവ് ആ ഒരു സ്പൈസി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ച് അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനിലെ അതൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പണിയും കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ്. ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി നോക്കാവുന്നതാണ് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം. ഇപ്പം നേരത്തെ പഴം നിറച്ചതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇതിപ്പം കോക്കനട്ട് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചധികം സമയം അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം എല്ലാവരും വരാനായിട്ടുണ്ട്. അപ്പം കുറച്ച് ടെൻഷൻ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഏകദേശം അങ്ങനെ ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ പണികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിൽ നെയ്യിൽ കുറച്ച് തേങ്ങയും കരിഞ്ചീരകയില്ലേ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇപ്പം ഇതും ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഈ ഒരു കുഴിയപ്പത്തിൻ്റെ ഈ ഒരു പാനിൽ ഇതിപ്പം പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ പുതിയത് വാങ്ങിച്ച് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇതിലുണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലൊരു ഇരുമ്പിൻ്റെ ആ ഒരു പാൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ഞങ്ങളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ആകെ കേടായി പോയിട്ടുണ്ടായിരുന്നു. അതിപ്പം പ്രത്യേകിച്ച് തുരുമ്പ് പിടിച്ചൊക്കെ ആകെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം ഇപ്പം ഈ ഒരു പാൻ വാങ്ങിച്ചതാണ്. പക്ഷേങ്കിലും ഇത് കുറച്ചൊരു സ്പേസ് കുറവാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഴുവനും പുറത്തോട്ട് പോരും.
അങ്ങനെ കുഴിയപ്പത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം അടുത്ത് ഇത് ഈ ഒരു മസാല നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത് ബണ്ണിൻ്റെ ഫില്ലിങ്ങിലോട്ട് ചേർക്കാനുള്ളതാണ്. അപ്പം അതിലോട്ട് കുറച്ച് സോയാ സോസും കുറച്ച് മയോണൈസും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബന്നൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഗ്യാപ്പില്ലാണ്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലായിട്ട് ഇതുപോലെ ചീസ് ഷീറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചീസൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം. ഒന്ന് ഓവനിൽ കുറച്ച് ടൈം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയില കൂടി ഇങ്ങനെ സ്പ്രെഡാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഓവനിൽ വെച്ച് കൊടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇത്. ഞാനിപ്പോൾ ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് കുറച്ച് മിൻറ്റും മറ്റേ കൊറിയാണ്ടറൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു പേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം ഓപ്ഷണലാണെന്ന് ചേർക്കണമെന്നില്ല, നിർബന്ധമില്ല. അതും കൂടി ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ടർട്ടിൽ ബ്രെഡാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ. അതുപോലെ ഇതുപോലത്തെ റോളിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മയോണൈസും അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ബ്രെഡിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ മയോണൈസിൻ്റെ ആ ഒരു സോസ് വെച്ചിട്ട് ടൊമാറ്റോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു വെജീസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തുള്ള ചിക്കനില്ലേ, അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മയോണൈസിൻ്റെ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് കുക്കുംബർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഐസ്ബർഗില്ലേ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ട് അതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതെന്തായാലും അടിപൊളി ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് കൂടി വെച്ച് കൊടുക്കുക. അത് ആവശ്യമില്ല, നമ്മൾ ആ ഒരു സോസൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് റോളാക്കി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇക്ക വന്നതാണ് കേട്ടോ, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം ആളുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പം സെർവിങ്ങിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു
ഒരു 5 മിനിറ്റ്സ് ഈ ഒരു ഫ്ലെയിം വെച്ചിട്ട് അതിന് മുകളിൽ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് കേട്ടോ ഇതൊന്ന് വെച്ചെടുക്കുന്നത്. ഒന്ന് ഒരു ചൂടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനിയിപ്പം ഇതാ സെർവിങ് ആണ് കേട്ടോ. ഇതിപ്പം നമ്മളെല്ലാം കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫുഡിങ്ങിൻ്റെ പരിപാടിയിലോട്ട് ഇറങ്ങിയതാണ്. ഇതിൽ നിങ്ങൾക്ക് മാറി മാറി കുറേ കഴികൾ കാണാം. അപ്പം അത് ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ സെർവിങ്ങിലാണ്. അപ്പം കൈകളിങ്ങനെ മാറി മാറി കാണാം. ഇനിയിപ്പോൾ ഇതിൽ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തർ കൊണ്ടുവന്ന ഐറ്റംസ് കാണിച്ചു തരാം. ഇതിപ്പം ഒരു ബീട്രൂട്ട് കട്ട്ലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. സെർവ് ചെയ്തപ്പം നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ ഈ സ്നാക്സിൻ്റെ ഉത്ഭവം ആന്ധ്രയാണ് കേട്ടോ. ആന്ധ്ര സ്റ്റൈൽ കട്ട്ലറ്റ് പക്കോടയാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ വേറൊരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. ഉഴുന്നുവടയും അതുപോലെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വടയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടോ. എല്ലാവരും വന്ന തിരക്കിൽ നമ്മളോട് ഓവനിൽ വെച്ച് ഈ ഒരു ബന്ന് വെച്ച കാര്യം മറന്നുപോയിട്ടോ. അപ്പം കുറച്ച് ടൈം അങ്ങ് അധികമായി പോയി. അപ്പോൾ നമ്മുടെ ബന്നിൻ്റെ മുകളിൽ കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ഗസ്റ്റൊക്കെ വന്ന തിരക്കിൽ നമ്മൾ ആ ഒരു ടെൻഷനിൽ അവിടെ ആയിപ്പോയി. അപ്പോഴത്തേക്കും ഇവിടെ ആകെ സീനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ കാണാനുള്ള ലുക്ക് അങ്ങ് പോയിട്ടോ. അപ്പോൾ തൽക്കാലം പിന്നെ ബാക്കി നമ്മൾ ഒന്ന് ഒരു ഭംഗിയിലൊക്കെ ആക്കിയെടുക്കുകയാണ്. ഇത് നമ്മളെ ആ ഒരു ബീട്രൂട്ടിൻ്റെ പക്കോട കൊണ്ടുവന്ന സെയിം ഫ്രണ്ട് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ ഗുലാബ് ജാം. ഇത് അവരുണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നു. ഇത് അടുത്തൊരു ഫ്രണ്ടിൻ്റെതാണ് കേട്ടോ പായസം. ഇതൊരു വെറൈറ്റി പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപയറെല്ലാം ചെറുപയർ വേവിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു പായസം ഉണ്ടായിരുന്നത്. അപ്പം അധികം ഓവർ ആ ഒരു പയറിങ്ങനെ ചെറുപയറിൻ്റെ ആ ഒരു തരിയൊന്നും കാണില്ല. നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള ആ ഒരു ടൈപ്പ് പായസമായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡിന്നറൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് നമ്മളെ വയറെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം സ്നാക്സ് പലതരം വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം കഴിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ.
പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്